എനിക്ക് എടുത്തു വരാൻ കഴിയുകയില്ല, പലപ്പോഴും പട്ടിണി കിടക്കേണ്ട അവസ്ഥ, ഉപവാസം കിടക്കേണ്ട അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരും എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. शादी से पहले बोला था पति ने कहा है अभी मेरा जो सेवादारी उत्तर भारत में है, कुछ खाने के लिए मिलेगा नहीं, पहनने के लिए अच्छा साड़ी नहीं मिलेगा, इसके लिए तैयार है तो शादी के लिए तैयार होना है, पहले से ये सब कुछ बोलकर उसने बता दिया था. എന്നാലും ഞാൻ കടന്നു വന്ന ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ അവിടെയുള്ള ആരാധനാലയമില്ല, ഒരു ചെറിയൊരു റൂമിൽ താമസിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഒരു സൗകര്യങ്ങളും അവിടെ ഇല്ലാത്ത ഒരു റൂമായിരുന്നു. क्योंकि जब हम सेवा के लिए गए थे, एक छोटा सा और मकान था, कमरे थे, कोई विश्वासी नहीं थे और कोई आराधना भवन नहीं है, ऐसे एक अवस्थे में हम वहां पर सेवा के लिए गए. അങ്ങനെ കടന്നു വന്ന അവസ്ഥയിൽ ദേവദാസനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിനക്ക് വാങ്ങിച്ചു തരാനായിട്ട് കഴിയില്ലെന്ന് പറഞ്ഞ നിമിത്തമായിട്ട് എനിക്കും ദേവദാസനോട് എനിക്ക് ഇന്നത് ആവശ്യമുണ്ടെന്ന് പറയുവാനും സാധിക്കുകയില്ലായിരുന്നു. क्योंकि परमेश्वर का दास ने पहले से कहा मैं कुछ भी आपको दिला नहीं पाएगा, मेरे पास पैसा नहीं, इसलिए क्या है मेरे अंदर भी मैं कैसे पूछूं, उसको पूछ भी नहीं सकते हैं. और ऐसे अवस्थे में मैं उत्तर भारत में परमेश्वर की सेवा में और रहती थी. ഞങ്ങൾ അങ്ങനെ കടന്നു വന്ന് ഞായറാഴ്ച പൽക്കാലമായിരുന്നപ്പോൾ ഒരു വിശ്വാസികൾ പോലും ഇല്ല. അനേക വിശ്വാസികളുടെ കൂടെ ഇന്ന് ആരാധിച്ച് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു വിശ്വാസികൾ പോലും ഞായറാഴ്ച നേരമിടത്തും ഇല്ലാത്ത ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വളരെയധികം ദുഃഖമുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. क्योंकि बहुत सारे विश्वासियों के साथ पहले आराधना गांव में करती थी, अभी नया जगह पर आया, एक भी विश्वासी नहीं है, अकेला बैठकर प्रभु के बस्ती में प्रार्थना करते हैं, आराधना करते हैं. ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്ന് ആരാധിക്കുവാനായിട്ടും ദൈവവചന ദാസൻ ശുശ്രൂഷിക്കുവാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇരുന്ന് സ്വതകാഴ്ച എടുക്കുവാൻ വരെയും ഇടയായി തീർന്നു. क्योंकि हम दोनों बैठकर आराधना करते हैं, प्रार्थना करते हैं, दान भी चढ़ाते हैं, प्रचार भी करते हैं, ऐसे ही अकेला और दोनों रहते थे. അങ്ങനെ കണ്ണുനീരോട് കൂടിയ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത് മുഖാന്തരമായിട്ട് ദൈവം ഇന്ന് ഞങ്ങൾക്ക് അനേക ആത്മാക്കളെ നൽകി തന്ന ദൈവം ഞങ്ങളെ ആദരിച്ച ദൈവത്തിന്റെ വൻകരത്തിനായി സ്തോത്രം ചെയ്യുന്നു. उसी अवस्थे से प्रभु के बस्ती में विश्वासियों के साथ निकलने का कारण से हालिया देश में अलग अलग जगह पर कई विश्वासियों के साथ परमेश्वर की आराधना करने के लिए प्रभु अच्छा मौका दिया, इसलिए मैं प्रभु का धन्यवाद करती हूँ. പലപ്പോഴും ഞാൻ കിച്ചണിൽ നിന്ന് കരഞ്ഞ അവസ്ഥകളുണ്ട്. പല ആൾക്കാരും കടന്നു വരുമ്പോൾ അവർക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്ക പാത്രമില്ലാതെ ഒരു തിരി സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് ഒരു പാത്രം ഇങ്ങനെ വെക്കുന്നുണ്ട്. ചായ അങ്ങോട്ട് തിളച്ചു വരുന്ന സമയത്ത് ചായയുടെ ബർത്തൻ കരിഞ്ഞു പോയിട്ട് ചായ മുഴുവൻ പോകും, തിരി കെട്ടുപോകും. അങ്ങനെ അവസ്ഥയിൽ ഞാൻ ആ കിച്ചണിൽ ഇരുന്ന് പല പ്രാവശ്യം കരയുവാനായിട്ട് ഇടയായി തീർന്നു. रसोड़ा में बैठकर बहुत बार और जो रोई थी, कोई सेवा के लिए कोई सूदा नहीं है, बर्तन नहीं है, स्टव नहीं है, किसी को कोई चाय भी बना नहीं दे नहीं पाते हैं, बहुत कट उठाकर मैं प्रभु के बस्ती में बहुत प्रार्थना किया. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങൾ കൂടി കടന്നു പോകുവാനായിട്ട് ഇടയായി തീരുന്നു. ഇവിടെ എല്ലാം കാണുന്നത് പോണൊക്കെ ഉണങ്ങിയ ചാണകം വെച്ച് വരെയും ആഹാരം പാകിച്ചിട്ട് ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. और बहुत कट उठाकर ऐसे सेवा में आया, सेवा के लिए निकला है. जैसे कई बार जो यहाँ पर चांद देखता है, उसी प्रकार जैसे उसमें से भी हमें और भोजन जो तैयार करता था वो जलाकर लकड़ा का जगह पर चांद जो जलाकर हम भोजन तैयार करता था. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തത് മുഖാന്തരമായിട്ട് അങ്ങനെ ഒരു ആഹാരം കഴിക്കേണ്ട അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. और उसी प्रकार बहुत कट उठाया कारण और मिट्टी का तेल करोसिन लेने के लिए पैसा नहीं, क्योंकि परमेश्वर की सेवा में रहता है, उसी का अनुसार रहना पड़ता था. അന്ന് ദിവസനത്തിൽ പിറുപിറുക്കാതെ വണ്ണം ദിവസനകത്ത് നിന്ന് മുഖാന്തരമായി ദൈവം ഞങ്ങളെ ആദരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. परमेश्वर के वस्तु में कभी भी कुड़कुड़ाया नहीं, हाली कचकच किया नहीं, इसलिए परमेश्वर ने क्या है हमें आदर किया है. ആ പാട്ട് പാടിയത് പോലെ യോഗ്യദാസെ ബെഡ്കർ പ്രഭു ഞങ്ങൾക്ക് എല്ലാം നൽകി തന്നെ ദൈവത്തോളം ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി परमेश्वर ने हर प्रकार की आशीर्वाद दिया, इसलिए परमेश्वर का धन्यवाद करते हैं. हालेलुया. ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയും ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ കൈ കൊണ്ട് അവരുടെ ഒരു കുടുംബം ജീവിക്കുന്നതിന് വരുന്ന എല്ലാ സാധനങ്ങളും പായ്ക്ക് ചെയ്ത് കൊടുത്ത് അവരെ ഓരോ വേലസ്ഥലിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഉയർത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. जो बाइबल कॉलेज में पढ़ाई करके जो लड़के लोग जो भाई लोग परमेश्वर की सेवा के लिए जाते हैं, उनके लिए जो चाहिए, स्टव चाहिए, बर्तन चाहिए, सब हमारे घर में है और उनको पूरा और जो पूरा भर कर बांध कर हम बेचता है. इतना सारे परमेश्वर ने आशीर्वाद हमें दिया है, दूसरे को मदद कर सके. हालेलुया. ഒരു പാത്രത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ അവസ്ഥയിൽ ഇന്ന് ദൈവത്തോളം അനേകർക്ക് കൊടുക്കാൻ തക്കവണ്ണം
തക്കവണ്ണം ദൈവം എന്റെ കരങ്ങളിൽ തന്നുവെങ്കിൽ, और एक बर्तन के लिए मैं इच्छा रखता है तो बहुत सारे बर्तन, बहुत सारे लोगों को बहुत कुछ देने के लिए परमेश्वर ने हमें आज बलवान किया है। ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് क्योंकि आज ചോദിച്ചാൽ, यहाँ पर बैठे हुए बहनों से मैं बताने के लिए चाहता हूँ, ഇന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിന്റെയും പ്രയാസത്തിന്റെയും മധ്യത്തിലായിരിക്കാം. शायद आप बहुत सारे तकलीफ और परेशानी के बीच में आज यहाँ पर आया होगा, എന്നാൽ ദൈവസന്നിധാനത്തിൽ നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നുവെങ്കിൽ, क्योंकि हमारे पास जो कुछ है अब प्रभु के लिए हम समर्पण करता है तो നമ്മൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലിശായോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു, എന്റെ മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇടയായിരുന്നു. और बीजा जो राजाओं का पुस्तक 4 अध्याय में इसी प्रकार जो भविष्यवक्ता का प्रबोधक का जो पत्नी ने उसी प्रकार परमेश्वर का दास तो एलीशा को इसी प्रकार कहा, और मेरे दोनों लड़के लोगों को और मेरे कर्जदार लोग आकर ये कर्ज वाले आकर पकड़ कर लेके जाते हैं। അവളോട് പണ്ടേ ദിവസം ചോദിക്കാനാണ് നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുവാനായിട്ട് परमेश्वर का प्रबोधक इसी प्रकार पूछने लगा आपके पास क्या है। അവൾ അപ്പോൾ പറഞ്ഞു എന്റെ പക്കൽ ഒരു ശകലം എണ്ണ മാത്രമേ ഉള്ളൂ എന്ന് പറയുവാനായിട്ട് ഇടയായിട്ട്. उसने कहा मेरे भरनी में थोड़ा सा तेल है। അത് എന്റെ പക്കൽ കൊണ്ടുവരുവാനെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ വണ്ണം അവൾ അത് മറച്ചു വെക്കാതെ വണ്ണം അവിടെ ഒത്തിരി ഒന്നുമില്ലായിരുന്നു, എന്നാൽ ഒരു ശകലമേ ഉള്ളായിരുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് മുഖാന്തരമായിട്ട് അവൾ ആ ക്ഷാമകാലം തീരുന്നത് അത്രയും സമയം അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ നന്മകളും ആ ഒരു തുള്ളി എണ്ണയിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. यहाँ पर हम परमेश्वर को वचन में देखते हैं परमेश्वर का दास ने जिस प्रकार कहा उसी प्रकार उसने किया। पूरा उनके जीवन का जितना खर्च थे पूरा परमेश्वर ने उतार डाला है और बच भी गया है। അതുപോലെ നമ്മുടെ പക്കലും എന്തുള്ളൂ എന്ന് നമ്മളോട് ദൈവം പകലക്കാരന് ചോദിക്കുക. आज परमेश्वर अपने से पूछता है तुम्हारे पास क्या है। എന്നാൽ നമ്മുടെ പക്കൽ നമ്മൾക്കത് മടി കൂടാതെ വേണം നമ്മുടെ പക്കൽ എന്തുള്ളോ അത് നമ്മുടെ ദൈവസന്നിധാനത്തിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമ്മൾക്ക് ഇടയാകുന്നുവെങ്കിൽ നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. क्योंकि हमारे पास जो कुछ है प्रभु के पास हम समर्पण करने से उसके द्वारा परमेश्वर में बहुत आशीर्वाद देने के लिए सर्वसमर्थ है। അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ കഷ്ടതകൾ മാറ്റുവാനും നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാനായിട്ട് ഇന്നത്തെ പാൽക്കാലം നമ്മുടെ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. क्योंकि हमारे जीवन का हर प्रकार का कष्ट मुसीबत तकलीफ को दूर करने के लिए प्रभु यीशु हमारे मध्य में आया। हालेलुया हालेलुया. ഇന്നത്തെ പകൽക്കാലം അങ്ങനെ ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ അവരുടെ സമർപ്പണത്തിന്റെ മുൻപിൽ ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുന്ന ദൈവമാകുന്നു. आपके जीवन का कष्ट और तकलीफ के बीच में प्रभु के उपस्थिति में अपने जीवन को समर्पण करने से परमेश्वर बहुत आपको आशीर्वाद देने के लिए आज हमारे मध्य में आए। हालेलुया. അങ്ങനെ സമർപ്പിക്കുവാനായിട്ട് കഴിയുള്ള സഹോദരിമാർ എല്ലാവരും ഒരുമിച്ച് ഒരു പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചാട്ടെ. उसी प्रकार अपने जीवन को समर्पण करने के लिए चाहते अपने हाथों को खड़ा किया जाए। हालेलुया. हाथों को ऊंचा करके परमेश्वर की महिमा करें। हालेलुया. ഹല്ലേലൂയ. ഇന്നത്തെ പകൽക്കാലം നമ്മുടെ സഹോദരിമാരുടെ മീറ്റിംഗ് ആകുന്നത് കാരണം ഞാൻ ചില സഹോദരിമാരെ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. आज हमारा बहनों का मीटिंग इसलिए कुछ बहनों के बारे में मैं आपके सामने प्रस्तुत करने के लिए चाहते हैं। കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വന്ന ചില സഹോദരിമാരുടെ കണ്ണുനീർ മാറ്റിക്കൊടുത്ത ദൈവം അതിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങളുടെ മുമ്പേ ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാനായിട്ട് ആഗ്രഹിക്കാവുന്നു. आंसुओं के साथ कई बहन लोग प्रभु के पास आए, प्रभु के उपस्थिति में आए, उनके जीवन में परमेश्वर ने क्या कार्य किया है मैं आपके सामने प्रस्तुत करने के लिए आज चाहती हूँ। കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധാനത്തിൽ കടന്നു വരുന്ന ദൈവമക്കളെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. क्योंकि हमारे परमेश्वर आंसुओं के साथ जो व्यक्ति प्रभु के पास आते हैं उनको कभी भी तिरस्कार नहीं करते हैं। നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പലവിധ ദുഃഖങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ലോക ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. और हमारा सांसारिक हर प्रकार का जो जीवन कई प्रकार का तकलीफ का जीवन है। ആ അവസ്ഥയിൽ നമ്മൾ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. उस अवस्था में प्रभु के पास आकर हम रोकर प्रार्थना करने से हमें मदद करने वाला परमेश्वर है। നമുക്ക് സമ്പത്ത് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് അനേക ജീവിതങ്ങൾ നമുക്ക് വേണ്ടി കടന്നു വരും. हमारे पास धन संपत्ति जब रहने का समय में हमें मदद करने के लिए बहुत सारे लोग आते हैं। എന്നാൽ ഒരു കണ്ണുനീരിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എല്ലാവരും നമ്മളെ കളിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. आंसुओं की अवस्था और तकलीफ की अवस्था हमारे जीवन में आते हैं, सब छोड़कर चले जाते हैं, हमें मदद करने के लिए कोई नहीं आते हैं। അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോയ പല സഹോദരിമാരും നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് എനിക്കറിയാം. क्योंकि मैं जानती हूँ उस आंसुओं का तराई से कीन से चलने वाला कई जो बहनों हमारे मध्य में है। അങ്ങനെയുള്ള
बहनों के मध्य में है। परमेश्वर उनके आंसुओं को पोंछ डालने के लिए, उनको मदद करने के लिए, उसको तसल्ली देने के लिए परमेश्वर हमारे मध्य में आए हैं। നമ്മുടെ ദൈവം കരയുന്നവരോട് കരയുന്ന ദൈവമാണ്. हमारा परमेश्वर रोने वाले के साथ रोने वाला है, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്ന ദൈവമാണ്. दुखित लोगों के साथ दुख करने वाला है। നമ്മുടെ ദൈവം കരയുന്നവരുടെ കണ്ണുനീർ മാറ്റണമെങ്കിൽ അതിനൊരു പരിഹാരം കടം നൽകുവാനും കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. केवल हमारे आंसुओं को पोंछ कर जाने वाला नहीं है, उसके लिए जो हाल उपाय करना है, मदद करना है, मदद करके जाता है। ഇത് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് ചോദിക്കുവാനായിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ ദുഃഖത്തിലും പ്രയാസത്തിലും കണ്ണുനീരിന്റെ മധ്യത്തിൽ ഇന്ന് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ദുഃഖം മാറ്റുവാനും നിങ്ങളുടെ കണ്ണുനീർ മാറ്റുവാനും കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? आज मैं आपसे पूछना चाहता हूँ, यदि आप दुख के साथ आया, तकलीफ के साथ आया, कई प्रकार की बीमारी के साथ प्रभु के वस्तु में आया, अब आज विश्वास करते हो अलिया परमेश्वर मेरे आंसुओं को पोंछ डालने वाला है, मुझे मदद करेगा, मेरे लिए तसल्ली देने वाला परमेश्वर है करके आप विश्वास करते हो? हालेलुया। എനിക്ക് മുമ്പായിട്ട് പറഞ്ഞ സഹോദരി പറയുവാനായിട്ട് മാർത്തയുടെയും മറിയുടെയും വിഷയത്തെ കുറിച്ച് പറയുവാനായിട്ടിടയായി. जो परमेश्वर का दासी मेरे से पहले मार्था और मरियम के बारे में हमारे सामने जो प्रचार किया था, ആ സഹോദരി പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഞാൻ അല്പമായിട്ട് പറയുന്നു. യേശു ആ സഹോദരിമാരുടെ കണ്ണുനീർ മാറ്റിക്കൊടുത്ത ദൈവം നമുക്ക് കാണുവാനായിട്ടിടയായി തീർന്നു. जिस प्रकार बहने कहा था उसी प्रकार हमारा भी जो बहनों का आंसुओं को परमेश्वर ने पोंछ डाला, तो हमारा भी आंसुओं को दूर करने वाला परमेश्वर हमारे मध्य में। हालेलुया। അവരുടെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോ അവരുടെ കൂടെ കരഞ്ഞ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ടിടയായി തീരും. मार्था मरियम जो रोते थे उस समय में प्रभु यीशु भी उनके साथ रो पड़ा, रोया। ഇന്നത്തെ പകൽക്കാലം നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു വാക്യം വായിക്കാം. एक वचन हम पढ़ेंगे, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോവുകയാണെങ്കിൽ, लूका सुसमाचार लूका 7 अध्याय उसका 11 कलम, लूका 7 का 11 कलम से થોડી મુદત પછી નાઈન નામના શહેરમાં તે ગયો અને તેના શિષ્યો તથા ઘણા લોક પણ તેની સંગાથે ગયા. હવે શહેરની ભાગળ પાસે તે આવ્યો ત્યારે તેઓ એક મોયેલા માણસને બહાર લઈ જતા હતા અને તે તેની માનો એકનો એક દીકરો હતો. તે તો વિધવા હતી અને શહેરના ઘણા લોક તેની સાથે હતા. તેને જોઈને પ્રભુને તેના પર કરુણા આવી અને તેણે તેને કહ્યું કે રડમાં. તે પાસે આવીને ઠઠડીને અડક્યો એટલે ખાંધ્યા ઉભા રહ્યા. તેણે કહ્યું કે જુવાન, હું તને કહું છું કે ઉઠ. ત્યારે જે મોયેલો હતો તે બેઠો થયો અને બોલવા લાગ્યો. તેણે તેને તેની માને સોંપ્યો. એથી સગડાને ભય લાગ્યો અને તેઓએ દેવની સ્તુતિ કરીને કહ્યું કે એક મોટો પ્રબોધક આપણામાં ઊભો થયો છે અને દેવે પોતાના લોક પર રહેમ નજર કરી છે. ഹല്ലേലൂയ. हालेलुया। ഇന്ന് വായിച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. ये वचन हम सब बराबर जानते हैं। നൈൻ എന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു പോകുമ്പോൾ प्रभु यीशु नईन करके जो शहर में गया था, അവിടെ ഒരു വിലാപ യാത്രയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് वहाँ കഴിയുന്നത്. पर एक विलाप यात्रा को देख रहा है। ഒരു അമ്മയുടെ ഏകജാതനായ ഒരു മകൻ മരിച്ചുപോയ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നു. वहाँ पर एक विधवा का एक ही एक बेटा था, वो मर गया था। ഇവിടെ പറയുന്നു അവൾ ഒരു വിധവയായിരുന്നു. वहाँ पर इसी प्रकार का एक विधवा थी, അവൾക്ക് ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. उसका एक ही एक छोकरा था। അവിടെ ഭർത്താവ് മരിച്ചുപോയി, അവിടെ മകനും ഈ സമയം മരിച്ചുപോയ ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. उनका पति गुजर गया, साथ में हम देखते हैं उनका एक ही छोकरा था, वो भी चले गया, मर गया। ആ വിലാപയാത്ര കടന്നു പോകുമ്പോൾ അതിന്റെ കൂടെ അനേക ജനങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. उस विलाप यात्रा में बहुत सारे लोग उनके साथ जाते थे। പലരും അവളെ വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. बहुत सारे लोग उसको दिलासा देने के लिए कोशिश कर रहे हैं। കരയണ്ട കരയണ്ട എന്ന് പലരും വന്ന് അവളോട് പറയുന്നുണ്ട്. बहुत सारे लोग आकर बोलता है, रोना नहीं करके बोलता है, എന്നാൽ അവൾക്ക് ഒരു ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. लेकिन उसमें से उसको जीवन में कभी दिलासा नहीं मिला है। ആ വിലാപയാത്രയിൽ കടന്നു വന്ന പലരും അവളെ ആശ്വസിപ്പിക്കുന്നു. എങ്കിലും ഒരു സൈഡിലുള്ള ജനങ്ങൾ അവളുടെ മധ്യത്തിൽ നിന്നോട് പറയുന്നുണ്ട്, ഇവള് വളരെയധികം പാപം ചെയ്തത് മുഖാന്തരമാണ് ഇവിടെ ഭർത്താവ് മരിച്ചുപോയപ്പോൾ ഇവിടെ
പൈതൽ മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു എന്ന് പറയുന്നു. मगर उस यात्रा में भी कई लोग इधर उधर इसी प्रकार आपस में बात करते हैं, इनका पाप का कारण होगा, इनका पति गुजर गया है, इनका जो और बेटी एक छोकरा था वो भी गुजर गया है. അങ്ങനെയുള്ള വളരെയധികം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ വളരെയധികം മനോദുഃഖത്തോടുകൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് യേശു നൈൻ എന്ന പട്ടണത്തിലേക്ക് കടന്നു വരുന്നത്. प्रभु यीशु उस अवस्था में, इस दुख के अवस्था में, जिस प्रकार वो लाश को लेकर जा रहा था, तभी उसके बीच में प्रभु यीशु आया. നൈൻ എന്ന പട്ടണത്തിന്റെ ആ വാക്കിന്റെ അർത്ഥം തന്നെ സന്തോഷം എന്നുള്ളതാകുന്നു. नईन का जो शहर का अर्थ है वो खुशी आनंद का जगह है. നൈൻ എന്ന പട്ടണത്തിൽ ജീവിക്കുന്ന ആ സഹോദരി സന്തോഷമുള്ള ഒരു പട്ടണത്തിൽ ജീവിക്കുന്നുവെങ്കിലും ആ സഹോദരിയുടെ ജീവിതത്തിലാണെന്ന് ഇതിന് സന്തോഷം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാകുന്നു. मगर नईन खुशी का आनंद का शहर है, मगर ये बहन के जीवन में कभी आनंद नहीं है, हमेशा दुख ही दुख है. ആ അവസ്ഥയിലാണ് യേശു അവിടെ കടന്നു വരുന്നത്. उस अवस्था में प्रभु यीशु वहां पर आया. യേശു അവിടെ കരച്ചിൽ കണ്ടിട്ട് അവളുടെ മനസ്സലിഞ്ഞു. प्रभु यीशु उनका अवस्था को देखकर, उनका विलाप को देखकर, दुख को देखकर तरस खाया. അവളോട് കരയണ്ട എന്ന് പറഞ്ഞെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം അവന്റെ പക്കൽ ഉണ്ടായത് മുഖാന്തരമാണ് യേശു അവളോട് പറയുന്നത് നീ കരയണ്ട എന്ന്. प्रभु यीशु ने इसी प्रकार कहा, हाल ये रोना नहीं करके बोलता है तो उसका परिहार, उसका दिलासा, उसका उत्तर प्रभु यीशु के पास है. പലരോടും അവളോട് കരയണ്ട എന്ന് പറയുന്നത് പോണൊക്കെ ഒരു മറുപടിയല്ല യേശു അവളോട് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. बहुत सारे बहन लोग उनको बोला होगा नहीं रोना, मगर उसी प्रकार नहीं है. यीशु अगर बोलता है रोना नहीं, उसमें कुछ अर्थ है. അവർക്ക് അതിനൊരു പരിഹാരം ഉണ്ടായി കൊടുക്കാനായിട്ട് യേശുവിന് കഴിയും. അത് കാരണമാണ് യേശു എത്ര ധൈര്യത്തോടുകൂടി പറയുന്നത് നീ കരയണ്ട എന്ന് അവളോട് പറയാനായിട്ട് ഇടയായി प्रभु തീർന്നത്. यीशु उनका दुख का अंत करने वाला परमेश्वर है, वो जानती थी, इसलिए उसने वहां पर उसका रोना बंद हो गया है. അവളോട് യേശു കരയണ്ട എന്ന് പറഞ്ഞിട്ട് മഞ്ചത്തിൽ തൊട്ട് ആ മരിച്ച പൈതലിനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. उसको रोना नहीं करके बोलकर क्या किया है, उस लाश लेकर आता था, उस पट्टी को प्रभु यीशु ने छुआ और उस बेटे को जिंदा कर और उनके पास दे दिया है. ആ പൈതൽ എണ്ണീച്ചെന്ന് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന അതിൽ കടന്നുപോയിരുന്ന പലർക്കും ഒരു പരിഭ്രമം ഉണ്ടാവാനായിട്ട് ഇടയായി തീർന്നു. ये लड़का छोकरा खड़े हो गया, मैया आलिया मौत से खड़े हो गया. तभी लोग के अंदर घबराने लगा, ये क्या बात है, कैसे हो गया है. ആ സമയത്ത് പൈതൽ എണ്ണീറ്റ് നിന്ന് സംസാരിക്കുവാൻ തുടങ്ങിയത് മുഖാന്തരമായിട്ട് ആ ദേശത്ത് രണ്ട് അത്ഭുതങ്ങൾ കടക്കുവാനായിട്ട് ഇടയായി. क्योंकि उसी का द्वारा देश में और भी चमत्कार प्रभु करने लगा. അവിടെ ജീവിതത്തിൽ മരിച്ച പൈതലിനെ ഉയർത്തി കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. क्योंकि उनके जीवन में जो मरा हुआ जो छोकरा है, जिंदा होकर वापस परमेश्वर ने उनको दे दिया है. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ ശ്രുതി ലോകമെമ്പാട് പരക്കുവാനായിട്ട് ഇടയായി തീർന്നെന്ന് കാണുവാനായിട്ട് കഴിയുന്നു. इतना नहीं, प्रभु यीशु मसीह का चमत्कार पूरा देश में, आजू बाजू में, पूरा सब जगह में आलिया चर्चा का कारण हो गया है. അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവൾ വളരെയധികം സന്തോഷം അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. इसी प्रकार उनके जीवन में बहुत खुशियां उनके जीवन में अनुभव करने के लिए परमेश्वर ने उनको सहायता किया है. അവരുടെ ദുഃഖത്തിൽ അവളെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് സമാധാനം പകർന്നു കൊടുക്കുവാനും ഒരു യേശുവിന് കഴിഞ്ഞുവെങ്കിൽ, क्योंकि ये नईन शहर का जो विधवा का जीवन का दुख को दूर करते हुए उनको दिलासा और आश्वासन आलिया देने के लिए परमेश्वर से यदि होता है तो ഇവിടെ കൂടിയിരിക്കുന്ന പല സഹോദരിമാരും ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ പല സഹോദരിമാരും നമ്മുടെ മധ്യത്തിലുണ്ട്. शायद मेरे से सुनने वाला कई बहनों इसी प्रकार का अवस्था से दुख से अब गुजरा हुआ जो व्यक्ति होगा, अब ऐसा गुजरने वाला जो व्यक्ति होगा, परमेश्वर की आत्मा आपसे बात करते हैं. നിങ്ങളുടെ കുടുംബത്തിലുള്ള പലരും നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം. चाहे आपका परिवार का लोग आपको छोड़ा होगा, പലരും നിങ്ങളെ നിന്ദിക്കുന്നവരുണ്ടായിരിക്കാം. कई लोग आपको निंदा करता होगा. അവരുടെ മധ്യത്തിൽ ഒരു ദൈവം നിങ്ങളെ മാനിക്കുന്ന, ഈ ഒരു വിധവയെ മാനിച്ചനാകുന്ന ദൈവം ഇന്ന് മധ്യത്തിൽ നിങ്ങളെ മാനിക്കുവാൻ ശക്തി നിന്ന് ഞാൻ നിങ്ങളോട് और इस പറയുന്നു. विधवा को जिस प्रकार परमेश्वर ने आदर किया, सम्मान किया, उनका दुख को दूर किया, उसी प्रकार आपका भी दुख को परमेश्वर दूर करने के लिए आज हमारे मध्य में है. ബൈബിളിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന രണ്ടാമതായിട്ട് യേശു മറ്റൊരു സഹോദരിയുടെ കണ്ണുനീർക്ക് മറുപടി കൊടുത്ത ഒരു ദൈവം നമുക്ക് വേറെ ഒരു വാക്കിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. दूसरे एक वचन से हम देखते हैं प्रभु यीशु दूसरे एक बहन का आंसुओं को भी परमेश्वर ने पोंछ डाला, उनको उत्तर दिया है. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. और यूहन्ना का सुसमाचार 20 अध्याय, योहान 20 का 20-ന്റെ 15 20 अध्याय उसका 15 16. ઈસુ તેને કહે છે કે ભાઈ તું કેમ રડે છે, તું કોને શોધે છે?
તે મારી છે એમ ધારીને તેણે તેને કહ્યું કે સાહેબ, જો તે તેને અહીંથી ઉઠાવી લીધો હોય તો તેને ક્યાં મૂક્યો છે એ મને કહે, એટલે હું તેને લઈ જઈશ. ઈસુ તેને કહે છે કે મરિયમ. તે ફરીને તેને હિબ્રુ ભાષામાં કહે છે કે રાબોની, એટલે ગુરુજી. ઈસુ તેને કહે છે કે હજી સુધી હું બાપ પાસે ચડી ગયો નથી, માટે મને સ્પર્શ ન કર, પણ મારા ભાઈઓની પાસે જઈને તેઓને કહે કે જે મારો બાપ તથા તમારો બાપ અને મારો દેવ તથા તમારો દેવ, તેઓની પાસે હું ચડી જાઉં છું. बस ഹല്ലേലൂയ. हालेलुया. ഇന്ന് നമ്മൾ വായിച്ച വാക്യം ഇന്ന് മഗ്ദലക്കാരത്തി മറിയെ കുറിച്ചാണ് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. यहाँ पर मरियम मगदलिनी के बारे में जो लिखा है, ഭൂതത്താൽ ബാധിച്ചിരുന്ന മറിയയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വിടുതലാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. यहाँ पर और भूतरा से दुष्टात्मा से पीड़ित ग्रसित जो बहन के बारे में हमने जो पढ़ा है, യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശുവിന്റെ കൂട്ടത്തിൽ നടക്കുക യേശുവിന്റെ ശുശ്രൂഷയിൽ വലിയൊരു പങ്ക് വലിച്ച ഒരു സ്ത്രീയാണ് ഈ മറിയ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. यीशु ने उनका भूतरे को दूर करते हुए उनको चंगा कर प्रभु यीशु मसीह के साथ हमेशा चलती फिरती सेवा करती थी. അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വിടുതൽ കാരണമായിട്ട് അവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാനായിട്ട് കഴിയുകയില്ലായിരുന്നു. उनके जीवन में परमेश्वर ने दिया हुआ छुटकारे का कारण से कभी भी वो चुप नहीं रह सकती थी. അത് കാരണമായിട്ട് യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി എവിടെല്ലാം കടന്നു പോകുന്നു ആ സ്ഥലങ്ങളിലെല്ലാം ഈ മറിയെ കടന്നു പോകാനായിട്ട് ഇടയായിത്തീരും. क्योंकि जहाँ कहीं भी यीशु जाती थी वहाँ पर ये भी जाती थी. അവൾ യേശുവിനോട് കടന്നുപോയി യേശുവിന്റെ കൂടെ അവൾ പ്രവർത്തിക്കുവാനും അത് കാരണമായിട്ട് യേശുവിന്റെ മരണത്തിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ സാക്ഷിയായി നിൽക്കുവാനായിട്ടും ഈ മറിക്ക് കഴിയുവാനായിട്ട് ഇടയായിത്തീർന്നു. क्योंकि इनके जीवन में प्रभु यीशु मसीह का जो सजीवन का पुनरुत्थान का साक्षी बनने के लिए परमेश्वर ने उनको अवसर दिया है. നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവൾ വെളുപ്പാൻ കാലത്തെ യേശുവിന്റെ കല്ലറയിലേക്ക് കടന്നുപോയി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. वहाँ पर सुबह एकदम भोर के समय में अंधेरे के समय में प्रभु यीशु का खबर के पास वो चली गई. ഇരുട്ടുള്ള സമയത്താണ് കടന്നുപോയത് ഇവിടെ और എഴുതിയിരിക്കുന്നു. अंधेरा छा गया था उस समय में खबर के पास वो चली गई थी. ഒരു ഇരുട്ടുള്ള സമയത്ത് ഒരു സ്ത്രീ അതെ കബറിടത്തിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. एक स्त्री और खबर के पास अंधेरे के समय में जाना है तो उनके पास हिम्मत कितना है आप सोचना है. അവൾ ധൈര്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. वो बहुत हिम्मत वाली स्त्री थी. കാരണം എന്തുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഭൂതം പിടിച്ചിട്ട് അവൾ നാനാ സ്ഥലങ്ങളിൽ ഓടി നടന്നപ്പോൾ ദൈവത്തിന്റെ വിടുതൽ അവളുടെ ജീവിതത്തിൽ കടന്നു വന്ന മുഖാന്തരമായിട്ട് അവൾക്ക് ആ യേശുവിനെ ഒരിക്കലും മറക്കുവാനോ ആ ഇരുട്ടെന്നുള്ള ഒരു ഭയം അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനോ അവൾക്ക് ഇടയായി തീർന്നില്ല. उसके अंदर दुष्टात्मा थी. दुष्टात्मा से परमेश्वर ने उनको छुटकारा दिया. तो चाहे कोई भी समय हो यीशु को मिलना, यीशु के पास जाना, उसके लिए उसके पास हिम्मत थी. परमेश्वर का सामर्थ उसके अंदर थी. നമുക്ക് ദൈവത്തിൽ കാണാം ദൈവ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. प्रभु का वचन में लिखा परमेश्वर का प्रेम हमारे अंदर का डर को भय को परमेश्वर दूर करता है. ആ ദൈവ സ്നേഹമാണ് അവിടെ ഭയത്തെ പുറത്താക്കാനായിട്ട് ഇടയായി തീർന്നത്. उसके अंदर का परमेश्वर का प्यार उसके अंदर का जो डर को भीख को दूर किया है. ദൈവ സ്നേഹം അവിടെ ഹൃദയത്തിൽ കടന്നു വന്നത് മുഖാന്തരമായിട്ട് അവർക്ക് ഭയമില്ലാത്തവളായി അവളെ കല്ലറയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. और निडर होकर वो कब्र पर जाने का कारण क्या है? परमेश्वर का प्यार, प्रभु यीशु मसीह का प्यार उसके अंदर थी. അവൾ കല്ലറയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ യേശുവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. वहां पर वो गई थी तभी और कब्र खुली हुई उसने देखा. അവൾ കടന്നുപോയതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കയ്യിലുള്ള സുഗന്ധവർഗം ആ യേശുവിനെ പൂശണം അതിനുവേണ്ടിയാണ് അവൾ കടന്നുപോയത്. वो जाने का एक ही कारण है, उनके पास कुछ और इत्र थे, तेल थे, सुगंध थे. वो प्रभु यीशु मसीह को मलाया जाए, उसके ऊपर आलिया डाला जाए. അവൾ കടന്നുപോയപ്പോൾ യേശുവിനെ കാണാത്ത മുഖാന്തരമായിട്ട് അവൾ ഭയങ്കര ദുഃഖത്തോടു കൂടി യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുവാനായിട്ട് കടന്നുപോയി യേശുവിനെ അവിടെ കാണുന്നില്ല എന്ന്. क्योंकि वहां पर खबर खुली हुई थी. देखा तभी यीशु को वहां पर नहीं देखा. वो जाकर दूसरा चेलों को भी बोला है वो वहां पर नहीं है. यीशु का खबर खुल गई है. അവിടെ കൂട്ടത്തിലെ അവിടെ കൂടെ ശിഷ്യന്മാർ കടന്നു വന്ന് യേശുവിനെ നോക്കുമ്പോൾ യേശുവിനെ കാണുവാനായിട്ടില്ല. क्योंकि उनके साथ भी चेले लोग हैं और कई जो चेले लोग आए, शिष्य लोग आए, वो भी यीशु को नहीं देखा. എന്നാൽ യേശുവിനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മടങ്ങി പോകാനായിട്ട് ഇടയായി തീർന്നു. यीशु का शिष्य लोग सब भाग गया, चले गया. क्योंकि यीशु को खबर पर नहीं देखा, खबर खुली है, वो लोग चले गए हैं. എന്നാൽ ഈ മാറിയയ്ക്ക് ആ കബറിടം വിട്ടു പോകുവാനായിട്ട് അവർക്ക് കഴിയുകയില്ല. वो मरिया का जीवन में खबर छोड़कर उसको जा नहीं सकती थी. അവർക്ക് കടന്നു പോകാനായിട്ട് കഴിയാത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ യേശു എന്തിയെ എന്നുള്ള ഒരു ചോദ്യം അവിടെ മുന്നിലുണ്ടായിരുന്നു. എന്നെ രക്ഷിച്ച എന്നെ പിടിപ്പിച്ച ദൈവം
मुझे छुड़ाया हुआ, मुझे बचाया हुआ मेरा प्रभु यीशु मसीह को मुझे देखना है। हालांकि जब तक मैं नहीं देखूंगा तब तक मैं जाऊंगी नहीं। उसी प्रकार सोचकर वहां पर खड़ी थी। എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ അങ്ങനെയല്ലായിരുന്നു. യേശുവിന്റെ കൂടെ നടന്നുവെങ്കിലും അവർ വിടുതൽ കണ്ടുവെങ്കിലും അവരുടെ ജീവിതത്തിൽ സ്വന്തമാകുന്ന ഒരു ജീവിതത്തിൽ അവർക്ക് ആ വിടുതൽ അനുഭവിക്കാത്തവരായിരുന്നു. क्योंकि प्रभु यीशु मसीह का जीवन में, प्रभु यीशु का शिष्यों के जीवन में जिस प्रकार मैंने छुटकारा